വാർത്തകളിലേക്ക് വിശദമായി. AI ക്യാമറ വാങ്ങിയതിൽ തീവെട്ടിക്കൊള്ള നടത്തി കെൽട്രോൺ. 30 കോടിയുടെ ക്യാമറകൾ 80 കോടിക്ക് വാങ്ങി. 15,000 രൂപയുടെ ക്യാമറയ്ക്ക് കെൽട്രോൺ വില 9.90 ലക്ഷമാണ്. 1.6 ലക്ഷത്തിന്റെ ക്യാമറകൾക്ക് നൽകിയത് 9.96 മുതൽ 10.32 ലക്ഷം വരെയാണ്. രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. വിനേഷ് കുമാർ ഉണ്ട് വിവരങ്ങളുമായി. വിനേഷ്, കൊള്ളയുടെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എത്രയോ ഇരട്ടിയിലധികം തുക പാഴായിരിക്കുന്നു. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം? കൂടിയ വിലയ്ക്ക് തന്നെ ഈ ക്യാമറകൾ 80 കോടിക്ക് തന്നെ ഇത്രയും ക്യാമറകൾ വാങ്ങിക്കണമെന്ന് നിർബന്ധം പിടിച്ചത് പ്രസാഡിയോ ആണ് എന്ന് അൽഹിന്ദ് ഉൾപ്പെടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കെൽട്രോണിൽ ഇത്തരത്തിൽ, അതായത് 15,000 രൂപ മാത്രമുള്ള ക്യാമറയ്ക്ക് കെൽട്രോൺ പറഞ്ഞിരിക്കുന്ന വില 9,90,000 രൂപയാണ്. അതായത് 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ വില വരുന്ന ക്യാമറയ്ക്ക് കെൽട്രോൺ ചേർത്തിരിക്കുന്നത് 9,96,000 മുതൽ 10,32,000 രൂപ വരെ. ഇങ്ങനെ ക്യാമറയിൽ വലിയ തുകയാണ് ഇതിനകത്ത് എഴുതിയിട്ട് ഒരു വലിയ തീവട്ടിക്കൊള്ള തന്നെയാണ് കെൽട്രോൺ പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ ഉപകരാർ നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, പ്രസാഡിയോ എന്ന കമ്പനി ഉണ്ട്. ഇതിൽ മുഖ്യമന്ത്രിയുടെ ബന്ധുവിന് ഇടപാടുകളുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഇടപെടലാണ് ഇത്തരത്തിൽ ഒരു തീവട്ടിക്കൊള്ളയ്ക്ക് പിന്നിൽ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. എന്തായാലും ഈ ട്രോയ്സ് പോലുള്ള ഒരു കമ്പനിയിൽ നിന്ന് 80 കോടി രൂപയ്ക്ക് ഈ ക്യാമറയും അതിന്റെ അനുബന്ധ ഉപകരണങ്ങളും വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അൽഹിന്ദ് നേരത്തെ സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിച്ചാൽ 30 കോടിക്ക് കിട്ടും, ഗുണമേന്മയുള്ള അല്ലെങ്കിൽ പ്രവർത്തന മികവുള്ള ക്യാമറകൾ തന്നെ, നന്നായി സാങ്കേതിക മികവുള്ള ക്യാമറകൾ തന്നെ വാങ്ങിക്കാൻ കഴിയും എന്ന് അറിയിച്ചതായിരുന്നു. പക്ഷേ പ്രസാഡിയോ വന്നതിന് വഴങ്ങിയില്ല. പകരം ട്രോയ്സിൽ നിന്ന് തന്നെ വാങ്ങണം എന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇതിൽ നിന്ന് അൽഹിന്ദ് ഉൾപ്പെടെയുള്ള കമ്പനികൾ പോയത്. എന്തായാലും ഇതിൽ ഇപ്പോൾ കെൽട്രോണിന്റെ ഒരു തീവട്ടിക്കൊള്ള കൂടിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്നത്. ശരി, എന്തായാലും വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇരട്ടിയിലധികം തുക നൽകി ക്യാമറ വാങ്ങിയിരിക്കുന്നു കെൽട്രോൺ എന്നതാണ് സാഹചര്യം. വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ക്യാമറ വിവാദത്തിൽ മുഖ്യമന്ത്രി മൗനം തുടരുന്നതിനിടെ CPM-ന്റെ നിർണായകമായ നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന സമിതിയും ചേരും. നന്ദകുമാറുണ്ട് വിവരങ്ങളുമായി. നന്ദകുമാർ, ഈ അഴിമതിയുടെ കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ബന്ധു വഴി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മൗനം തുടരുന്നത് പ്രതിപക്ഷം ദിവസവും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ സാഹചര്യം? യോഗത്തിൽ കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്നാണോ മനസ്സിലാക്കുന്നത്? അതിനുശേഷം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത എത്രമാത്രമാണ്? തീർച്ചയായും രേണുക, പ്രത്യേകിച്ച് AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രതിപക്ഷം ഓരോ ദിവസവും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് CPM-ഉം അതോടൊപ്പം തന്നെ സർക്കാരും മൗനം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. പാർട്ടി വേദികൾ പലതും മുഖ്യമന്ത്രി മറ്റ് വിഷയങ്ങളൊക്കെ തന്നെ സംസാരിക്കുകയും RSS അജണ്ടകൾക്കെതിരെ രാഷ്ട്രീയപരമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴും AI ക്യാമറ വിവാദവും ഒക്കെ തന്നെ അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകും. അതിനുശേഷമായിരിക്കും CPM അടക്കമുള്ള പാർട്ടി കേന്ദ്രങ്ങളൊക്കെ തന്നെ ഈ ഒരു വിവാദത്തിൽ മാധ്യമങ്ങളോട് തുറന്ന് സംസാരിക്കുകയും ചെയ്യുക. എന്തായാലും ഈ ഒരു വിവാദം കത്ത് നിന്ന് ഏകദേശം 1 മാസമായിട്ട് കൂടിയാണ് CPM കേന്ദ്രങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു മൗനം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ ഓരോ ദിവസവും ഈ AI ക്യാമറയുമായി ബന്ധപ്പെട്ട കരാറിലായാലും അതോടൊപ്പം തന്നെ ഈ ഒരു AI ക്യാമറ വിവാദത്തിലൊക്കെ തന്നെ കൃത്യമായ വിവരങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഡോക്യുമെന്റ്സും ഒക്കെ തന്നെ പുറത്തുവിടുന്ന ഒരു സാഹചര്യത്തിലും CPM കേന്ദ്രം മൗനം പാലിക്കുകയായിരുന്നു. കൃത്യമായ ഒരു മറുപടി ഇതുവരെയും CPM കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായില്ല. എന്തായാലും ഇന്നത്തെ ഒരു CPM സെക്രട്ടേറിയറ്റിൽ ഈ ഒരു വിഷയം കൃത്യമായി ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ ഈ ഒരു വിവാദം അവസാനിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനും ഒരു സാധ്യതയും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. പ്രധാനമായും ഇന്നത്തെ അജണ്ടയിലുള്ളത് CPM കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങളും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങളാണ്. പക്ഷേ നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത് AI ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മുഖ്യമന്ത്രി എന്ത് വിശദീകരണം നൽകുമെന്ന് തന്നെയാണ്. കാരണം പ്രതിപക്ഷ നേതാക്കളടക്കം മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം ഈ ഒരു വിഷയം ഓരോ ദിവസവും മുൻനിർത്തി കൊണ്ടുവരുമ്പോഴും കൃത്യമായ ഒരു മറുപടി പറയാൻ CPM-ഓ അതോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല എന്നതായിരുന്നു വാസ്തവം. എന്തായാലും ഈ ഒരു വിവാദം അവസാനിപ്പിക്കാൻ തന്നെയാണ് CPM-ന്റെ നീക്കം. അതിനുവേണ്ടി കൃത്യമായ ഒരു വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിലൂടെയായിരിക്കും CPM കൃത്യമായി ഇതിൽ നിന്നൊരു മറുപടി കണ്ടെത്തുകയും ചെയ്യുക. രേണുക, ശരി, നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ ഒക്കെ വിശദീകരിക്കുമെന്നാണ് കരുതുന്നത്.
എല്ലാ സർക്കാർ വകുപ്പുകളിലും പിടിമുറുക്കാൻ വിജിലൻസ്. സർക്കാർ വകുപ്പുകളിലെ ആഭ്യന്തര വിജിലൻസ് സെല്ലുകളുടെ നിയന്ത്രണം ഇന്ന് വിജിലൻസ് വകുപ്പിന്. ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറങ്ങി. എല്ലാ വകുപ്പുകളിലും വ്യാപക പരിശോധനയ്ക്കാണ് തീരുമാനം. എല്ലാ സർക്കാർ വകുപ്പുകളിലും പിടിമുറുക്കാനാണ് വിജിലൻസിന്റെ നീക്കം. സർക്കാർ വകുപ്പുകളിലെ ആഭ്യന്തര വിജിലൻസ് സെല്ലുകളുടെ നിയന്ത്രണം ഇനി വിജിലൻസ് വകുപ്പ് നേരിട്ടെടുക്കും. ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറങ്ങി. എല്ലാ വകുപ്പുകളിലും വ്യാപക പരിശോധനയ്ക്കുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ വകുപ്പുകളിലെ ആഭ്യന്തര വിജിലൻസ് സെല്ലുകളുടെ നിയന്ത്രണം ഇനി വിജിലൻസ് വകുപ്പിന്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. രേണുക, കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ ഷെനൈസ് തിയേറ്ററിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സിനിമ കാണാൻ നിരവധി പേർ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സിനിമ കാണാൻ വേണ്ടി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 10 മണിയോടുകൂടിയാണ് ആദ്യ ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. സിനിമ കാണാൻ എത്തിയതാണോ? തീർച്ചയായിട്ടും സിനിമ കാണേണ്ടത് സിനിമയാണത്. കാരണം പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പറയുന്നു എന്നുള്ളതും അത് കാണേണ്ടതാണ് എന്നുള്ളതും കൊണ്ടാണ് സിനിമ കാണാൻ വന്നത്. ഞാൻ പൊതുവെ സിനിമ കാണുന്ന ആളല്ല, കാരണം സമയം കിട്ടാറില്ല. സിനിമ കാണാൻ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ പുറഭാഗങ്ങളിലെല്ലാം തന്നെ, തിയേറ്ററിന്റെ പുറത്തെല്ലാം തന്നെ പോലീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് തിയേറ്ററിന്റെ അകത്തും പോലീസിനെ വിന്യസിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. യുവജന സംഘടനകളൊന്നും, അതായത് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഈ സിനിമ റിലീസ് തടയും എന്നാണ് പറയുന്നത്. അവർ 9:30 മണിയോടുകൂടി ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷം ഈ സിനിമ പ്രദർശനം തടയും എന്നാണ് പറയുന്നത്. ഏതായാലും കനത്ത പോലീസ് കാവലിലാണ് ഇപ്പോൾ ഷെനൈസ് തിയേറ്റർ ഉള്ളത്. രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സിനിമയുടെ പ്രദർശനം നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 21 തിയേറ്ററുകളിലാണ് ഈ കേരള സ്റ്റോറി എന്ന വിവാദമായ ചലച്ചിത്രം പ്രദർശിപ്പിക്കുന്നത്. സെൻസർ ബോർഡ് നൽകിയ 7 മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഈ ചിത്രം പ്രദർശനത്തിന് എത്തുക എന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ നിന്ന് യുവതികളെ സിറിയയിലേക്ക് മതപരിവർത്തനം നടത്തി തീവ്രവാദ പ്രവർത്തനത്തിന് കൊണ്ടുപോയി എന്ന രീതിയിലാണ് ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു തെറ്റായ കാര്യമാണ് എന്നാണ് CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും പറയുന്നത്. യുവജന സംഘടനകളും ഇതിനെ ആ രീതിയിലാണ് കാണുന്നത്. ഇത് സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കാനുള്ള ഒരു നീക്കമാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം എന്നാണ് പറയുന്നത്. അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും മാറ്റങ്ങളോടെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. പക്ഷേ പ്രതിഷേധമുയരാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. കനത്ത സുരക്ഷയിലാണ് ഈ പ്രദർശനം നടക്കുക. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.